വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൽ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. പഴവങ്ങാടി തലകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത്. റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയെ കാണാതായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. കാണാതായി 46 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കനാലിൽ പൊങ്ങിയത്. ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും മൃതദേഹം ജോയിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഫയർഫോഴ്സ്, NDRF സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്ത് തിരച്ചിലിനെത്തിയിരുന്നു. ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് ഭാഗത്ത് ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തിയെന്ന് വിവരം പുറത്തുവന്നത്. ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നുവെന്ന് വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സംഘവും ജോയിയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി. മൃതദേഹം ജോയിയുടേത് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. തലസ്ഥാനത്തിന് നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമയിഴഞ്ചാൽ. ജൂലൈ 13 രാവിലെ 10 മണിയോടെയാണ് മാരായിമുട്ടം സ്വദേശിയായ ജോയിയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങിയ മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതായി. രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങിത്തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല. റെയിൽവേ പാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇറങ്ങി തിരച്ചിൽ നടത്തിയത്. എന്നാൽ 2 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായില്ല. ഒടുവിൽ 1.5 കിലോമീറ്ററിനപ്പുറം കനാലിൽ ഇന്ന് രാവിലെ മൃതദേഹം പൊങ്ങുകയായിരുന്നു. ജോയിയുടെ മരണവാർത്തയോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിട്ടുണ്ട്. ജോയിയെ കണ്ടെത്താനായി മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും എടുത്തെങ്കിലും അതിനെ സാധിക്കാത്തത് ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം തോട്ടിൽ വീണ് റെയിൽവേ താൽക്കാലിക ജീവനക്കാരൻ ജോയി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ സർക്കാർ പരിഹസിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ആരോഗ്യരംഗം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അലക്കി തേച്ച വടിവത്ത വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ്. എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ഇത്ര? ഇപ്പോൾ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമാണെന്ന് പറയുന്നു. കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ ആണ് ചെയ്യേണ്ടത്, റെയിൽവേ പറയുന്നു കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കം വന്നാൽ പരിഹരിക്കാനല്ലേ ഒരു സർക്കാരുള്ളത്? 2 കൂട്ടരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരായിരുന്നു? ഗവൺമെന്റ് ആയിരുന്നു. ഗവൺമെന്റ് അത് ചെയ്തില്ല. ഈ കെടുകാര്യസ്ഥതയാണ് എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ? മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് എവിടെ മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. വ്യാപകമായ പകർച്ചവ്യാധികളാണ്. ശുദ്ധജല വിതരണത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു. പെരുമ്പാവൂരിൽ 10 ദിവസം ആശുപത്രിയിൽ കിടന്ന ആ സ്ത്രീ അഞ്ജന മഞ്ഞപ്പിത്തം മൂലം മരിച്ചു. ആ പ്രദേശം മുഴുവൻ ആളുകൾക്ക് രോഗമാണ്. തിരുവനന്തപുരം മുഴുവൻ പകർച്ചവ്യാധികളാണ്. സംസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ കേൾക്കാത്ത പേരുകളാണ്. ഞങ്ങൾ നിയമസഭയിൽ ഒരു തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താതെ ഒരു ചെറിയ മഴ പെയ്താൽ സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്നത്. ഗവൺമെന്റ് തദ്ദേശ ഞാൻ പറഞ്ഞ നിയമസഭയിൽ പോലെ നിൽക്കുകയാണ്. അതിൽ കൂടുതൽ എന്ത് വേണം? പകർച്ചവ്യാധികരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനം. എലിപ്പനി, ഇൻഎഫിഷ്യന്റ് ആയിട്ട്, അതായത് കുടിവെള്ള സ്രോതസ്സിൽ വരെ ഈ മാലിന്യം കലരുകയാണ്. പ്രവർത്തനങ്ങൾ മുഴുവൻ മാലിന്യക്കാരന്റെ ജീവിതത്തെ എത്ര ദുസ്സഹമായി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.